കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അങ്ങനെ ഒരു ശല്യം തീർന്നിട്ട് അല്ലേ? ആ അളിയോ, വേറൊരു പരിപാടി ഉണ്ട് കേട്ടാ. എന്താടാ? കണ്ട് ആ അളിയ അളിയ ഇത് വേണോടാ? എടാ, ഇതെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാ നീ വേണം ഇതിന്റെ മൊത്തം ഉത്തരവാദിത്തമായിട്ട് എടുക്കാം. ഉത്തരവാദിത്തം രണ്ടുപേരും കൂടെ ഏറ്റെടുക്കും. അതെന്തിന്? അത് ഞാൻ മാത്രമായിട്ട് എടുക്കേണ്ട കാര്യം. ഐഡിയ നിന്റെ അല്ലേ? ഐഡിയ എന്റെ ആയിരിക്കും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരൊക്കെയാ? രണ്ടുപേരും കൂടാണേ. അതിന് രണ്ടുപേരും ഏറ്റെടുക്കണം ഉത്തരവാദിത്തം. എന്നാലും ഒരു അളിയൻ തന്നെയല്ലേ പറഞ്ഞത് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോ ചേച്ചി പറ്റിക്കണോന്ന്? അതേ. അളിയൊരു കാര്യം ചെയ്യും. അളിയ ഇനി പരിപാടി കണ്ടിന്യൂ ചെയ്തോ. ഞാൻ അപ്പുറത്ത് പോയിരിക്കാം. ചേച്ചി വരുമ്പോ ഞാൻ വരാം. ഓക്കെ ഓക്കെ. അളിയ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. വരുമ്പോഴേക്ക് ഞാനത് പിടിച്ചോളാം. ഓക്കെ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാ? എങ്ങോട്ടാ? എങ്ങോട്ടാ പോന്നെ? ഞാനതൊന്ന് പാക്ക് ചെയ്യട്ടെ. പാക്ക് ചെയ്തോ? പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാ പോന്നേന്നൊന്ന് പറഞ്ഞൂടെ? ഓ, കുഴിപ്പള്ളത്തേക്കായിരിക്കും അല്ലേ? അളിയ എടാ പോണളിയ, ബാഗ് പാക്ക് ചെയ്ത് എടാ പോണേച്ചത്. എനിക്കറിയാൻ പാടില്ല, നീ എന്നെ ചോദിക്കും. അളിയ ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കി പോവാണോ? ആടാ, ചേച്ചിയുടെ ഫുൾ ടൈം വഴക്കാണല്ലോ. ഞാൻ തോന്നുന്നു വഴക്കുണ്ടാക്കുന്ന മിഷീനാ. അല്ല, ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അല്ല, എങ്ങനെയൊക്കെ എന്തെങ്കിലും എങ്ങനെ സംഭവിക്കില്ലെന്ന്? അല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഹായ് പെട്ടി, അളെ എവിടെ പോവാ? അളയൻ ചേച്ചിയായിട്ട് വഴക്കിട്ടാ? ആ, വഴക്കിട്ട്. നീ എങ്ങോട്ടാന്ന് വെച്ചപ്പോ പോയിട്ട് അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാ മതി. ലച്ചൂസേ, കമ്പനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്റെ അടുത്ത് ഇമ്മീഡിയറ്റ് റീജോയിൻ ചെയ്യാനാ പറയുന്നത്. ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ നാളെ റിട്ടേൺ ദുബായിക്ക് പോകും. ചേച്ചി, എന്റെ അളിയന് വിഷമാവും കേട്ടോ, കരയാണ്ടിരുന്നേ. ലച്ചൂസേ, നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേട്ടല്ലേ പറ്റത്തുള്ളൂ. അതെങ്ങനെ ശരിയാവും? അങ്ങനെ പെട്ടെന്ന് ചെല്ലാനൊക്കെ പറഞ്ഞാ ഞാൻ സമ്മതിക്കൂല. ചേച്ചി, അളിയനിപ്പോ പോയില്ലെങ്കിൽ ചിലപ്പോ അളിയന്റെ ജോലി വരെ പോവും അല്ലേ അളിയ? ആ, ജോലി പോയിക്കോട്ടെ. സിധു, നമുക്ക് ഇവിടെ ജീവിക്കാം. ഇവിടെ എങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കും. അതിനെനിക്ക് കൃഷി അറിയത്തില്ലല്ലോ. അയ്യോ, ലച്ചു എന്തിനാ കരയുന്നേ? അളിയൻ പോണെന്ന്. എവിടെ പോന്നു? തിരിച്ച് ഗൾഫിൽ പോണം. അയ്യോ അയ്യോ, പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെന്നില്ലെങ്കിൽ അളിയന്റെ ജോലി പോവും. നാളെ തന്നെ പോണെന്നൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അയ്യോ, ജോലി പോകി മക്കള് പോണം, ജോലികളല്ലേ. സിധു, அப்படின்னா நீ இன்னைக்கே கிளம்பி போய்க்கோ. നാളെയാണ് ഫ്ലൈറ്റ്, ഇന്ന് പോവാൻ പറ്റൂല കനകാന്റി. ഇന്ന് ഷിബു റോക്സ് പോയി, ഇന്ന് അളിയനും പോകും. എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നീ അവരെ വിളിച്ചിട്ട് മെഡിക്കൽ ലീവ് പറ. ഒരാഴ്ച കൊണ്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ. ലച്ചു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും.
കഷ്ടം, പാവം വിഷമിച്ചാ പോയത്. അളിയൻ പോയി കഴിയുമ്പോൾ മാറിക്കോളും. അളിയൻ പോയി 2 ദിവസം കഴിയുമ്പോൾ വിഷമം മാറുമെന്ന്. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ചെന്ന് ലച്ചേച്ച സമാധാനിപ്പിക്കുക. ശിവ ചെല്ല്, അമ്മൂമ്മ ചെല്ലമ്മ അണേ മാറും ചെല്ല്. ചേച്ചി சித்து நாளைக்கு நீ போகும்போது உனக்கு எலுமிச்சை சாதம், தயிர் சாதம், பொங்கல், அச்சாறு என்ன வேணுமோ சொல்லு, எல்லாமே நான் செஞ்சு கொடுக்குறேன். ம்? വാഴക്ക ചിപ്സും ചക്ക ചിപ്സും 1 കിലോ വെച്ച്. அது கூட செய்யலாமே. டேய் நீ ஒன்று செய்யடா, அந்த கடையில போய் காயை வாங்கிட்டு வா, சக்கையும் வாங்கிட்டு வா, அதெல்லாம் நான் இன்னைக்கே பொரிச்சு விடுறேன். ம்? അമ്മൂമ്മ അടുത്തുനിന്ന് കാശ് മേടിച്ച് തന്നാൽ മതി. ம், காசு வாங்கி கொடுக்குறேன். സക്സസ് ആയി. പക്ഷേ എടാ അവള് വിഷമിച്ചു പോയപ്പോ എനിക്ക് എന്തോ പോലെ. നമുക്ക് സത്യം തുറന്നു പറയാം. പാവോടാ. കുറച്ച് കഴിഞ്ഞിട്ട് പറയാ. അളിയല്ലേ പറഞ്ഞത് അളിയല്ലേ ചേച്ചി പറ്റിക്കണമെന്ന്, പിന്നെ എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന് പറ്റിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം. വാടാ സത്യം തുറന്നു പറയാം.